ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. പിന്നെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ സ്കൂളിൽ പോകണം. കാരണം അവൻ്റെ സ്കൂളിൽ അവൻ കുറച്ച് വില്ലനാണോ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. എന്തായാലും ഇവനും ഒരു 7ാം ക്ലാസ്സിൽ കുട്ടിയും നമ്മൾ എപ്പോഴും അടിയാണ്. അപ്പോൾ എപ്പോഴും ഓരോ കംപ്ലയിൻ്റാണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് സ്കൂളിൽ പോവുക, ടീച്ചേഴ്സിനൊന്ന് കാണാൻ സംസാരിക്കുക. എൻ്റെ ബാക്കിൽ ക്ലോത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വിചാരിക്കേണ്ട. കാരണം നമ്മൾ പുറത്ത് മഴയൊക്കെ ആയത് കാരണം കൊണ്ട് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയയിൽ ചെറിയൊരു അയക്കോരം കിട്ടി അവിടെയൊക്കെ ക്ലോത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും ഒന്നും പറയണ്ട. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിൻ്റെ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ടുള്ള പരിപാടികളൊന്നും എന്തായാലും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ഷോപ്പ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഇപ്പോൾ സമയം ഇപ്പോൾ തന്നെ ഏകദേശം 11 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ പോയി വരുമ്പോഴേക്കും ഏകദേശം ഉച്ചയാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആയിരിക്കും വരിക. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ടാറ്റാ. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇന്നെന്തോ മഴയില്ല ഗൈസ്, അത് കാരണം കൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പോണ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ പോയാലോ, വരൂ ഗൈസ്. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പോയി ടീച്ചറോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഞാനിതാ തിരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ചായയൊക്കെ കുടിക്കണം. അപ്പോൾ അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ച് കണ്ണനൂർ കഴിഞ്ഞ് വരുന്ന വഴി കുഴൽമന്നത്തേക്ക് പുതുക്കോട് വഴി ഒരു ടച്ച് ചെയ്യുന്ന റോഡുണ്ട് ഗൈസ്. ആ പുതുക്കോട് റോഡ്. അപ്പോൾ അവിടെ ചെറിയൊരു ഹൈസ്കൂളിൻ്റെ അതിൻ്റെ ഒരു തൊട്ടടുത്തൊരു ചേച്ചി ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ പെട്ടിക്കട പോലെ ഉണ്ട്. പാവം ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മേടിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് ആവണ ഒരു ഹെൽപ്പ്, അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ, കൂടുതലായിട്ടൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആ ചേച്ചിക്ക് ചേച്ചിയുടെ നിന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുക, എന്നിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വരാം. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.